അവതരിപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു പ്രവാസി മലയാളി കൂടിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീ കർത്ത അവർകളാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ചാക്യാർ കൂത്ത് ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ്. ഈ കലാരൂപം വീക്ഷിക്കുന്നതിലേക്കായി എല്ലാ കലാപ്രേമികളെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയുടെ പുറകുവശത്ത് നിൽക്കുന്ന എല്ലാ പ്രേക്ഷകരും അതാത് ഇരിപ്പിടങ്ങളിൽ കയറിയിരുന്ന് ഈ പരിപാടി ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിലെ കൂത്തമ്പലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ ഒരു കലാരൂപം ഇന്ന് നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. കൂത്തിന്റെ ചില നിയമങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് സദസ്യർ കഴിയാവുന്നത്ര ഒരു അപേക്ഷ കൂടി സംഘാടകരോട് ദയവ് ചെയ്ത് ഫ്ലഡ് ലൈറ്റുകൾ ഓഫ് ചെയ്ത് സദസ്സിലെ ലൈറ്റ് ഇടുകയാണെങ്കിൽ നന്നായിരുന്നു. സദസ്സ് കണ്ട് കഥ പറയണമെന്നാണ്, അതുകൊണ്ടാണ് ദയവ് ചെയ്ത്. തം ഗണേശ്വരമുപാത്മഹേ, ആ ഗണേശ്വരൻ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ. ഹൈ, ആരെയാണോ ഈ ഗണേശ്വരൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധാരാളം കേമന്മാരെല്ലാം നിരന്നിരിക്കുന്ന സദസ്സാണല്ലോ. ആരാണ് ഈ ഗണേശ്വരൻ? ഹൈ, ഗണേശ്വരൻ രക്ഷിക്കട്ടെ എന്ന് അല്ലേ? ആരാ ഈ ഗണേശ്വരൻ? ആരെ കുറിച്ചാണോ താനീ പറയണത്? ഗണേശ്വരൻ രക്ഷിക്കട്ടെ എന്ന് അല്ലേ? പല പേരുകൾ കേൾക്കണ്ടായിട്ടുണ്ട്. എന്നാലും
ഈ ഗണേശ്വരൻ എന്നൊരു പദം ആദ്യമായിട്ട് കേൾക്കുന്നതാണ് പലരും. ആരാണ് ഗണേശ്വരൻ? പല വിധത്തിലുള്ള നാമങ്ങള് അല്ലെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താ ഈ കൂട്ടരൊക്കെ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? നമുക്കറിയാം അല്ലേ? എന്താ വന്നു ഇരിക്ക ഏവനാണ് ഇരിക്ക. ആരാണ് ഈ ഗണേശ്വരൻ? പല തരത്തിലുള്ള പേരുകൾ കേൾക്കണ്ടായിട്ടുണ്ട്. ഗണേശ്വരനെ കുറിച്ച് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാ ഓരോരുത്തരും പരിഗണ കണ്ടില്ലേ? എടോ, ആരാടോ ഈ ഗണേശ്വരൻ? തന്റെ ഗണേശ്വരൻ ഇത്ര കേമനാണെങ്കിൽ ആരാണ് ഈ ഗണേശ്വരൻ പറയാ? എടോ, അങ്ങനെയൊന്നുമില്ല. കാരണം താൻ തന്റെ ഗണേശ്വരൻ എന്നൊരിക്കലും പറയാതിരിക്കുക. അദ്ദേഹം നമ്മുടെ എല്ലാം ഈശ്വരനാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ കുറിച്ച് തന്റെ എന്ന് മാത്രം പറയാതിരിക്കുക. തന്റെ ഗണേശ്വരൻ എന്ന് ദയവ് ചെയ്ത് പറയരുത്. അപ്പോൾ എന്താണ് ഈ ഗണേശ്വരന്റെ കേമത്വം? പല വിധത്തിൽ ഗണേശ്വരൻ ഗണേശ്വരൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഗണേശ്വരൻ ആരാണ് എന്ന് ഇതേവരെ ആർക്കും തന്നെ പിടികിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, പല സമ്പ്രദായങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണ് എന്താ അദ്ദേഹം ഇവിടെ എന്തെങ്കിലും കുത്തിയിരിക്കുന്നത്? കാരണം എന്റെ രാധ വന്നു അത്രേ. രാധയെ കാണാനിരിക്കുക അല്ലേ? ഇപ്പൊ രാധമാരുടെ കാലമല്ലേ? രാധമാരുടെ കാലമാണ്. എന്താണ് രാധമാരുടെ കാലം? നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോൾ രാധമാരാണ് അരങ്ങുവാര അല്ലേ? അരങ്ങുവാരുന്നത്. എന്താ ഈ കൂട്ടരൊക്കെ ഇരിക്കുന്നത്? അറിഞ്ഞില്ലേ? രാധ വരണം. രാധ എന്താ ഞാനൊരു ചന്തം. രാധ വരികയാണത്രേ. എവിടെയാണോ കുറെ നേരമായി കണ്ടില്ലേ? അവിടെ ഒരാൾ താടിക്കൊക്കെ കൈകൊടുത്ത് രാധയെ അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുക. എവിടെയാണോ രാധ? എവിടെയാ രാധ? അതൊരാണല്ലേ? ഇതാ പോണത് ഒരാണല്ലേ? ഇത് രാധയാണോ? എടോ, ആ പോണ ആളുടെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. നമ്മൾ ചുരുക്കി സ്നേഹത്തിന് രാധേ രാധേ എന്നങ്ങനെ വിളിക്കും. അതാണ് ഇപ്പൊ ഉണ്ടായത് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചില സമ്പ്രദായങ്ങൾ. ഇനി വേറെ ചില പേരുകളുണ്ട്. എന്താണോ തന്റെ പേര്? എന്റെ പേര് പൊട്ടൻ. പൊട്ടെന്നോ? ഇങ്ങനെ ഒരു പേര് എവിടെയെങ്കിലും കേൾക്കണ്ടായിട്ടുണ്ടോ? പൊട്ടെന്നൊരു പേരില്ലേ? എടോ, അത് എന്റെ അമ്മയുടെ പേര് പൊന്നമ്മ, അച്ഛന്റെ പേര് കുട്ടൻ. അപ്പോഴോ ഇപ്പോഴത്തെ സമ്പ്രദായം എന്താ അല്ലേ? അമ്മയുടെ ആദ്യത്തെ അക്ഷരം, അച്ഛന്റെ രണ്ടാമത്തെ അക്ഷരം അല്ലേ? ഇങ്ങനെയാണല്ലോ ഇപ്പൊ പേരുകൾ വരുന്നത്. അങ്ങനെ വന്ന പേരാണ്. അമ്മയുടെ പേര് പൊന്നമ്മ, അച്ഛന്റെ പേര് കുട്ടൻ. അതുകൊണ്ട് എന്റെ പേര് പൊട്ടൻ. അപ്പൊ ഇങ്ങനെ പല സമ്പ്രദായങ്ങളുണ്ട്. എങ്കിലും ഇങ്ങനെ പല നാമങ്ങളും കേൾക്കണ്ടായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഗണേശ്വരൻ എന്നൊരു നാമം കേൾക്കണ്ടായിട്ടുള്ളത്. ആരാണ് ഈ ഗണേശ്വരൻ? കല്ലൻ മഹാ, എന്തിനാണ് ഇത്ര വളരെ സംശയിച്ചിരിക്കുന്നത്? എടോ, തനിക്ക് ഗണപതി ആരാന്നറിയില്ല? ഗണപതിയോ? ആരാടോ തന്റെ ഗണപതി? ഇത് പിന്നെയും പറയും തന്റെ ഗണപതി. തന്റെ ഗണപതി എന്ന് പറയാതിരിക്കുക. എടോ, സകല ലോകൈകനാഥനായി ത്രിമൂർത്തികൾക്ക് മുകളിലായിട്ട് സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരു ദേവനാണ് ആര്? ഗണപതി ഭഗവാൻ. അങ്ങനെയുള്ള ഗണപതിയെ താൻ അറിയില്ല എന്ന് പറഞ്ഞാല് വളരെ കഷ്ടം തന്നെയാണ് കേട്ടോ. എന്നാലും ഞാനിതവരെ കേട്ടിട്ടില്ലോ ഇങ്ങനെ ഒരു ഗണപതി, ഗണേശൻ ഗണപതി എന്നൊന്നും ഞാനിതവരെ കേട്ടിട്ടായിട്ടില്ല. എടോ, തനിക്ക് അറിയില്ലാഞ്ഞിട്ടാണ്. എന്താണ് ഗണപതിയുടെ മഹത്വം പറയാൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞു. പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വരിക കേട്ടോ. തിരിച്ചു വരിക അല്ലേ? ഗണപതിയുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് പോയിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരട്ടെ, എന്നിട്ടാവാം അല്ലെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഗണപതി, ആരാണ് ഗണപതി എന്നുള്ളത് മനസ്സിലാക്കിയാൽ താൻ ഇങ്ങനെ പറയില്ല. എടോ, തനിക്കറിയോ, വളരെ പ്രശസ്തനായ, അതുമല്ലെങ്കിൽ വളരെ കഴിവുകളുള്ള ഒരു ദേവനാണ് ഗണപതി ഭഗവാൻ. എന്തിനു പറയുന്നു? സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്ന ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു ഇവർ പോലും ഒരു വിധത്തിൽ ഭയക്കുന്ന ദേവനാണ് ഗണപതി ഭഗവാൻ. എന്താ കാരണം? അദ്ദേഹത്തിന് ബുഭുക്ഷു അല്ലേ?
നല്ല വിശപ്പാണ്. ഈ വിശപ്പിനെ ദേവന്മാർക്ക് പോലും, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും പേടിയാണ് ഗണപതിയുടെ ഈ ഒരു ബുഭുക്ഷുവിനെ. അത് മാത്രമല്ല, എന്തൊരു കാര്യം തുടങ്ങുന്നതിന് മുന്നായിട്ടും ഗണപതിയെ വേണ്ട രീതിയിൽ സ്മരിച്ച് വേണം കാര്യങ്ങൾ നീക്കാനായിട്ട്. അതൊന്നുമില്ല അല്ലേ? ഈ ഇരുത്തം തന്നെ ഉള്ളൂ. ഇരുത്തവും അല്ലെ ചെലുത്തും, ഇതല്ലേ ഇപ്പൊ നമുക്കൊക്കെ ഉള്ളൂ. ഇരുത്തവും ചെലുത്തും അല്ലെ? ഈ ഇരുത്തവും ചെലുത്തും അല്ലാതെ മറ്റൊന്നുമില്ല. ഗണപതി സ്മരണയില്ല, പ്രാർത്ഥനയില്ല, എല്ലാം പോയി മറിഞ്ഞിരിക്കണോ. എന്നാ അങ്ങനെയൊന്നും ആവരുത് കേട്ടോ. കാരണം ഗണേശനെ സ്മരിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. എന്താണ് അങ്ങനെ പറയുന്നത്? അദ്ദേഹം വിഘ്നേശ്വരൻ കൂടിയാണ്. അദ്ദേഹത്തെ സ്മരിക്കാതെ, ഗണപതി ഭഗവാനെ സ്മരിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? ആ കാര്യങ്ങൾക്ക് വിഘ്നമുണ്ടാകും എന്നുള്ള കാര്യം വളരെ അച്ചട്ടാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അത് ഓർത്തിരിക്കുക. ഗണപതി ഭഗവാനെ മനസ്സിൽ സ്മരിച്ചെങ്കിലും വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇത് എല്ലാവരും ചെയ്യും. എന്താണ്? നമുക്കറിയാം അല്ലേ? പലതരത്തിലുണ്ട് ജനങ്ങള്. ബ്രാഹ്മണനുണ്ട്, ക്ഷത്രിയനുണ്ട്, വൈശ്യനുണ്ട്. പൂർണ്ണമായും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വാസ്തു കൽപ്പിച്ചുകൊണ്ട് വേണം ഗ്രഹമെല്ലാം പണിയാനായിട്ട്. ഇപ്പൊ ഗ്രഹങ്ങളുമായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ? വീടുമായിട്ടുള്ള മാനസിക ബന്ധം പോലും ഇല്ലാതെ അവിടെ കാരണം എന്താണ്? ഈ ഗണപതി സ്മരണയുടെ കുറവ് തന്നെയാ അല്ലേ? എല്ലാം അല്ലെ? പത്രപരസ്യം കണ്ടാൽ അതുമല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു കുന്ത്രാന്തം ഉണ്ടല്ലോ, ഈ കുന്ത്രാന്തത്തിൽ ഇങ്ങനെ കുത്തി നോക്കിയ അല്ലെ? കുത്തി നോക്കി അതിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് അതേപടി ജീവിതത്തിൽ പാലിക്കുക. ബാക്കിയുള്ള സ്മരണകളൊന്നും ഇല്ലാതായിരിക്കണം. വളരെ കഷ്ടാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ആവരുത് നമ്മളുടെ സമൂഹം. എന്താ ചെയ്യുക? അപ്പോൾ ഇങ്ങനെ ആശാരി എന്താണ്? ഒരു ഗ്രഹം പണിയുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത്, അദ്ദേഹം ആദ്യം ഒരു കുറ്റി അങ്ങോട്ട് തറയ്ക്കും അല്ലേ? ഈ കുറ്റി അങ്ങോട്ട് തറച്ചിട്ട് എന്താണ്? ഗണപതി ഭഗവാന് വേണ്ടിയിട്ട് ഒരു നാളികരം എന്ന് പറഞ്ഞിട്ട് എറിയാണ് ചെയ്യുക അല്ലേ? എറിഞ്ഞുടയ്ക്കണം. എന്തിനാണ്? ഗണപതിയുടെ പ്രീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ തേങ്ങ ഉടയ്ക്കണത്. ഇനി മൂശാരിയാണെങ്കിൽ എന്താ ചെയ്യുക? മൂശാരിയാണ് മരം മുറിക്കുന്നത്. എന്തിനു വേണ്ടി? വീട്ടാവശ്യത്തിന് വേണ്ടി മരം മുറിക്കുന്നത് മൂശാരിയാണ്. മൂശാരി എന്താ ചെയ്യുക? പറഞ്ഞു വരണത് ഗണപതി സ്മരണയുടെ പ്രസക്തി അതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് മൂശാരി ചെയ്യുന്നത്? ഒരു കോടാലി വെച്ച് ആദ്യമായിട്ട് ഒരു മരത്തിനെ എന്നങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നത്? അതിൽ നിന്ന് വരുന്ന ആദ്യ ചീള് ഇങ്ങനെ അങ്ങോട്ട് തെറിച്ച് വരുമ്പോൾ ആ ചീളിൽ ഒരു ഇലയെടുത്ത് പൊതിഞ്ഞു വയ്ക്കുന്നു. എന്നിട്ടോ ഗണപതി ഭഗവാനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, കാര്യങ്ങളെല്ലാം മക്കളായിട്ട് നടക്കണേ എന്ന് മൂശാരിയും പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചിലപ്പോൾ വെട്ടാൻ ഉദ്ദേശിക്കുന്ന മരം നേരെ തലമണ്ടയിലേക്കായിരിക്കും വന്ന് പോയത്. ഇനി അതല്ലെങ്കിലോ എന്താ സംഭവിക്കുക? ബാക്കിയുള്ള ചീള് ചിലപ്പോൾ ഒരു ചീളെങ്കിലും കാലിൽ വന്ന് തടഞ്ഞു കയറാം. ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാകാം. അപ്പോൾ മൂശാരിയും സ്മരിക്കും. പിന്നെയോ തട്ടാന്റെ തട്ട് പ്രസക്തല്ലേ അല്ലേ? തട്ടാതെ തട്ടില്ല അല്ലേ? തട്ടുകയാണെങ്കിൽ തട്ടിച്ചേ തട്ടു അല്ലേ? തട്ടാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? തട്ടാനൊന്നും ആരും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ആരാ തട്ടാൻ കേട്ടിട്ടുണ്ടോ? മിടുക്കൻ. അങ്ങനെ തന്നെ വേണം. കാരണം പഴമൊഴികളും നാട്ടറിവുകളും എല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാണ്. ഈ കാലഘട്ടത്തിൽ തട്ടാനെ കുറിച്ചൊക്കെ കേട്ടിരിക്കണമെന്ന് പറഞ്ഞാല് കേൾക്കാർക്ക് വളരെ സന്തോഷമായിരിക്കണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? തട്ടാനും എപ്പോഴും തന്റെ പണി തുടങ്ങുന്നതിന് മുന്നായിട്ട് ഗണേശ്വരനെ ഒന്ന് സ്മരിക്കും. എന്നിട്ടാണ് ആദ്യ തട്ട് കൊടുക്കുന്നത്. ഇനി തുന്നൽക്കാരനാണെങ്കിലോ ആദ്യത്തെ കുത്ത് ഗണപതി കുത്താണ്. ഇങ്ങനെ ഓരോ ജോലിക്കാരും ഓരോ പലതരത്തിലുള്ള ജോലികളിൽ വിഹരിക്കുന്നവരും ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഗണപതിയെ സ്മരിച്ച്, ഗണപതി ഭഗവാനെ സ്മരിച്ചതാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അപ്പോൾ ഗണപതിക്ക് തന്നെ രണ്ട് രീതിയിൽ ഏത് ഭാവമാണോ നമ്മൾ ഗണപതി ഭഗവാനെ മനസ്സിൽ കാണുന്നത് ആ ഭാവത്തിനനുസരിച്ച് നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവുള്ള ആളാണ് വിഘ്നേശ്വരൻ. എന്താണ്? ഉണ്ണി ഗണപതിയായിട്ട് അല്ലേ? കുട്ടികൾക്ക് ഉണ്ണി ഗണപതി. എന്നാലോ ഇനി വലിയ ആൾക്കാർക്കോ
അതുമല്ലെങ്കിൽ അങ്ങനെ വളരെ സംഭ്രമത്തോടെ കാണുന്നവർക്കാണെങ്കിൽ മഹാഗണപതി, ഒരു ഉണ്ണിഗണപതിയായിട്ടും മഹാഗണപതിയായിട്ടും അദ്ദേഹം നമ്മളുടെ മുന്നിൽ വാഴാം. എടോ, താൻ ഈ പറഞ്ഞതൊക്കെ സമ്മതിച്ചു, എല്ലാവരും ഗണപതിയെ സ്മരിക്കുന്നുണ്ട്. എന്നാലും ഇതല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഗണപതിയെ സ്മരിക്കാത്തത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അല്ലേ? അതറിഞ്ഞാലേ ഗണപതിയുടെ കേമത്തെ അറിയാൻ പറ്റുള്ളൂ. ഞാനെന്തായാലും ഇങ്ങനെ ഒരു ഗണപതിയെ കുറിച്ച് കേൾക്കേണ്ടായിട്ടില്ല. എന്താണ് ഈ ഗണപതിയെ സ്മരിക്കാത്തത് കൊണ്ട്, ഗണപതിയെ പൂജിക്കാത്തത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുണ്ടെങ്കിൽ പറയാം. നല്ല കാര്യമായി. നമ്മുടെ കുലാലന്റെ കഥ അറിയോ? ഇങ്ങനെയൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. കുലാലന്റെ കഥ അറിയോ? ആരാ കുലാലൻ? ആരാ കുലാലൻ? ആരാ കുലാലൻ? കുലാലൻ ആരാന്ന് മുഖത്ത് നോക്കി കുശവന്ന് വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എടോ, കുലാലൻ എന്ന് പറഞ്ഞാൽ കുശവനാണ്. കുശവന്റെ കഥ താൻ കേട്ടിട്ടുണ്ടോ? ഗണപതിയെ സ്മരിക്കാത്തത് കൊണ്ട് വെള്ളം കുടിക്കേണ്ടി വന്നു കുശവൻ. എന്താണ് കാരണം? കുശവൻ എന്നും രാവിലെ പാത്രങ്ങൾ, ആരാ കുശവൻ? കേട്ടിട്ടില്ല അല്ലേ? നാട്ടിൽ മൺപാത്രങ്ങൾ, മൺചട്ടികൾ എന്നിവയെല്ലാം ഉണ്ടാക്കുന്നയാളെ പണ്ട് കുശവൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കുശവൻ ഒരു ദിവസം സാധാരണ എപ്പോഴും രാവിലെ ആദ്യത്തെ ചെളി ഉരുട്ടി അത് ഉരുളയാക്കി ഗണപതിക്ക് സമർപ്പിച്ചിട്ടേ എന്ത് കാര്യവും ചെയ്യാറുള്ളൂ. ഒരു ദിവസം പാവം കുശവൻ എന്താ ചെയ്യാന്നറിയാതെ എന്തോ തിരക്കിലെല്ലാം പെട്ട് ഗണപതി ഭഗവാനെ സ്മരിക്കാനായിട്ട് അങ്ങ് മറന്നുപോയി. എന്നിട്ടോ അന്നുണ്ടാക്കിയത് കുടവും കലവും എല്ലാം ആയിട്ട് അങ്ങനെ ചന്തയിലേക്ക് അങ്ങ് പോയി. ചന്തയിൽ ചെന്നിട്ട് എന്തായി? കുശവനങ്ങനെ തന്റെ കുടങ്ങളും കലങ്ങളും ചട്ടികളും എല്ലാം നിരത്തി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ മുതൽ ഉച്ച വരെ ഇരുന്നിട്ടും ഒരു പാത്രം പോലും ചെലവായില്ല. ഒരു മൺചട്ടി പോലും, ഒരു ചെറിയ പാത്രം പോലും ചെലവായില്ല. കുശവൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, അയ്യോ കഷ്ടമായല്ലോ, എന്താ ഇനി ചെയ്യാ? എന്റെ ഭഗവാനെ ഞാൻ എന്താ ചെയ്യാ? സാധാരണ ഈ ഒരു സമയം 2 മണിക്കൂറുണ്ട്. കുടം ഇങ്ങോട്ട് വരിക. ഒരു കുടം തന്നെയാണല്ലോ. നല്ലൊരു കുടം ഉണ്ടല്ലോ. കുടം വരിക. അതെ കലം ഉണ്ടല്ലോ. കലം വരിക. കുടം കേമായിരിക്കണോ? വരിക. ഇങ്ങനെ ഈ കുശവനെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വിളിച്ചു. പാത്രങ്ങളൊക്കെ നോക്കി. ഇതിന് എത്രയാ വില? 1 രൂപ. ഈ ചട്ടിക്ക് എത്രയാ വില? 2 രൂപ. ഇതൊന്നും ശരിയാവില്ല. എടുക്ക എടുത്തോണ്ട് പോവുക. കലം എടുത്തോണ്ട് പോവുക. അങ്ങനെ വിഷമിച്ച കുശവൻ അവിടെ നിന്ന് ആ കലവും കുടവും എല്ലാം അടങ്ങുന്ന ആ കൊട്ട തലയിലേറ്റി അങ്ങനെ തിരിച്ചു നടക്കവയുണ്ട്. ഒരു കടമ്പ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കടമ്പ ഒന്ന് കടക്കാനായിട്ട് കാലങ്ങെടുത്തതും ആ കുടവും കലവും എല്ലാം കൂടെ നിരത്ത് വീണ് പൊട്ടി തകർന്നു. അയ്യോ, എന്റെ കുടങ്ങളെല്ലാം പോയല്ലോ, എന്റെ കലങ്ങളെല്ലാം പോയല്ലോ, എന്റെ കുടവും ചട്ടിയെല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് കുശവൻ ആ പടിക്കലിരുന്ന് ആ മടമ്പിൽ തന്നെ ഇരുന്ന് അങ്ങനെ കരച്ചിട്ട് തുടങ്ങി. പക്ഷെ എന്തായി? ഇങ്ങനെയൊന്നും കരഞ്ഞിട്ടും ഈ വിളിച്ച ഗ്രഹനാഥന് യാതൊരു വിധത്തിലുള്ള മനഃശാഞ്ചലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അയാള് കുശവനെ വഴക്ക് പറയുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുക, വേഗം എടുത്തുകൊണ്ട് പോവുക. ഇവിടെ ഈ കിടക്കുന്ന ഈ സാധനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് വൃത്തിയാക്കുക. ഇവിടെ കിടന്ന് കരഞ്ഞാലൊന്നും കാര്യമില്ല. ഇങ്ങനെ അന്ന് എന്തായി? ഗണപതി സ്മരണ ഇല്ലാത്തത് കൊണ്ട് എന്തായി കുശവന് പറ്റിയത്? അന്ന് ഒരു സാധനം വിറ്റുപോയില്ല എന്ന് മാത്രമല്ല, മാനഹാനിയും അതോടൊപ്പം തന്നെ ധനനഷ്ടവും സംഭവിച്ചു. ഇതാണ് ഗണേശ്വരനെ സ്മരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം.
ഇതെല്ലാം കഴിഞ്ഞ് വളരെ സങ്കടത്തോടെ പൊട്ടിയ കലങ്ങളെല്ലാം പെറുക്കി മാറ്റി എല്ലാം അവിടെ അടിച്ചു വാരി വൃത്തിയാക്കി കുശവൻ എന്ത് ചെയ്തു? നേരെ തിരിച്ച് വീട്ടിൽ ചെന്നു. അയ്യോ, ഇന്ന് എന്താണ് സംഭവിച്ചത് എനിക്ക് എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ കുശവന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഓ, ഞാനിന്നെന്റെ ഉണ്ണി ഗണപതിയെ സ്മരിച്ചില്ലല്ലോ. എന്റെ ഗണപതി തമ്പുരാനെ അടിയനോട് പൊറുക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? കുശവൻ ഒരു ഉരുള ചെളി അങ്ങോട്ട് എടുത്ത് ഗണേശ്വരന് അർപ്പിച്ചുകൊണ്ട് അന്ന് വീണ്ടും കുടങ്ങളും കലങ്ങളും എല്ലാം ഇങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായി? സാധാരണ ഈ കുശവനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറുള്ള പലരും അന്ന് ഇദ്ദേഹത്തെ കാണാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. അവരെല്ലാം വൈകിട്ട് വീട്ടിലെത്തി. ഏയ്, എന്താ കുശവ, ഇന്ന് തന്നെ ചന്തയാലെങ്കിൽ കണ്ടില്ല? ഞാനിവിടെ വന്നിരുന്നല്ലോ. ഇല്ലല്ലോ, ഞാൻ തന്നെ കണ്ടില്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല, ഒരു 10 ചട്ടി ഇങ്ങനെ എടുക്കുക, ഒരു 12 പാത്രം ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഗണപതി സ്മരണ ഒന്നുകൊണ്ട് മാത്രം കുശവന്റെ കുലാലന്റെ പാത്രങ്ങളെല്ലാം അന്ന് വൈകിട്ട് തന്നെ ചെലവായി പോവുകയും ചെയ്തു. ഇതാണ് ഗണപതി സ്മരണയുടെ പ്രത്യേകത, അതുമല്ലെങ്കിൽ ഉപകാരം. അല്ലെ? ഗണപതിയുടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. എല്ലാവർക്കും ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ പോലും തീരുമാനിച്ചിരിക്കുന്നത്, പിതാവായ ശിവൻ, പരമശിവൻ പോലും തീരുമാനിച്ചിരിക്കുന്നത് ഗണപതിക്ക് കിട്ടിയ ശേഷമുള്ള പൂജ്യം മതി തനിക്ക് എന്നാണ്. എന്നാൽ ചിലരെങ്കിലും ഇതിന് വിപരീതമായിട്ടുള്ളവരുണ്ട് കേട്ടോ. ചില സമയങ്ങളില് ഗണപതി ഭഗവാനും ചിലരുടെ ഉച്ചിഷ്ട തരാവുള്ളൂ. ആരുടെയാണ്? ശാന്തിക്കാരത്. അല്ലേ? നേദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് നോക്കിയിട്ടല്ലേ ഗണപതി ഭഗവാനാണെങ്കിലും ശാന്തിക്കാരെ അർപ്പിക്കുള്ളൂ. അപ്പൊ ശാന്തിക്കാരുടെ ഉച്ചിഷ്ടം ചില സമയങ്ങളിൽ തരാവും എന്നത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗണപതി ഭഗവാന് കാര്യങ്ങളെല്ലാം കുശാലാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഗണപതി ഭഗവാനെ സ്മരിക്കുന്നതിന് മുന്നായിട്ട്, അതുമല്ലെങ്കിൽ പൂജിക്കുന്നതിന് മുന്നായിട്ട് പീഠപൂജയുണ്ട്. ഈ പീഠപൂജയ്ക്ക് മുന്നേ വീണ്ടും ഗണപതിയെ സ്മരിക്കും. അപ്പൊ ഇത്രമാത്രം ശക്തിയുള്ള ദേവനാണ് ഗണപതി ഭഗവാൻ. ഇതൊന്നും പറഞ്ഞിട്ടും ഇയാൾക്ക് അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല കേട്ടോ. ഉറക്കം നടിക്കുകയാണോ? അങ്ങനെ ഒന്നും വേണ്ട. എന്നാ ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറയാം. ഗണേശ്വര സ്മരണ ഇല്ലെങ്കിൽ സംഭവിക്കുന്ന വലിയ വിപത്തുകൾ വേറെയുമുണ്ട്. അറിയാമോ? ധനേശനായ വൈശ്രവണന് പോലും ഗണപതി ഭഗവാന്റെ ഈ ഒരു ശക്തിക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരു കഥയുണ്ട്. അതറിയാമോ? വൈശ്രവണൻ ധനാഢ്യൻ, അല്ലേ? കുബേരനാണ്. ധനികന്മാരിൽ ഏറ്റവും പ്രമുഖനാണ്, ധനേശനാണ്. അങ്ങനെ ധനേശനായിട്ടുള്ള വൈശ്രവണൻ ഒരിക്കൽ ഗണപതിയുടെ മഹത്വത്തിന് മുന്നിൽ കിട്ടുകിട്ടാന്നങ്ങട് വിറയ്ക്കുണ്ടായി. ആ കഥയാണ് ഇപ്പൊ ഞങ്ങൾ പറയാൻ പോണത്. എന്തായി? ഒരു നേരത്തെ പ്രാതൽ പോലും തനിക്ക് തരാൻ കഴിവില്ലാത്തവനാണ് എന്ന് വൈശ്രവണനെ ഗണപതി ഭഗവാൻ തന്റെ വൈഭവം കൊണ്ട് തെളിയിച്ചു. എന്താണ് ആ കഥ? വൈശ്രവണൻ രാവണനെ പേടിച്ച് കൈലാസത്തിന്റെ സമീപത്തായിട്ട്, കൈലാസം അറിയാലോ അല്ലേ? അറിയോ കൈലാസം? എന്താ അവിടെ കൈലാസത്തിൽ ആരാ? കൈലാസത്തിൽ പരമശിവന്റെ ആവാസഗേഹമാണ് കൈലാസം. ഈ കൈലാസത്തിന്റെ സമീപത്തായിട്ട് വൈശ്രവണൻ, കാരണം രാവണനെ പേടിച്ച് ധനാഢ്യനായിട്ട് കാര്യമില്ല, അല്ലേ? ധനം വേറെ, അല്ലേ? കരുത്ത് വേറെ. ഇത് രണ്ടും വേറെ ആണ്. മുതിരും മോരും പോലെയാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരവസരത്തിൽ എന്താണ് ദിവസേന വൈശ്രവണൻ ചെയ്യാറുള്ളത്? ദിവസേന എന്തുകൊണ്ടാണ് വൈശ്രവണൻ ധനാഢ്യനായത്? ഇവിടെ എല്ലാവർക്കും മോഹമുണ്ട്, അല്ലെ? ധനാഢ്യനാവണമെന്ന്. ധനാഢ്യനാവാൻ അവിടെ അങ്ങടെ വന്ന് ഇരുന്ന് കഴിഞ്ഞു. എന്താ ഇങ്ങനെ അങ്ങടെ ഇരുന്ന് കൊടുത്താൽ, അല്ലെ? ഗുണഫ്രായി ഇങ്ങനെ അങ്ങടെ ഇറക്കി കുത്തിയാൽ കേമായി എന്നാണ് വിചാരം. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. കണ്ടകൗവീനം നോക്കി നടത്താനൊന്നും ധനാഢ്യനാവാൻ പറ്റില്ല. പിന്നെ എന്താ വേണ്ടത്? നല്ല രീതിയില് ഭഗവത് ഭജനം, ഈശ്വരനിൽ സ്വന്തം മനസ്സർപ്പിച്ച് കർമ്മം ചെയ്യുക.
ഇതാണ് ധനാഢ്യനാകാനായിട്ട് വേണ്ട ഏറ്റവും വലിയ കാര്യം. പിന്നെയോ മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള വേദനകൾ ഉണ്ടാക്കരുത്. അതോടൊപ്പം തന്നെ താൻ സമ്പാദിക്കുന്നതിനെ കുറിച്ച് വേണ്ട കണക്കുകൾ ഉണ്ടാവണം. ഇവിടെ എത്ര പേർക്കുണ്ട് അങ്ങനത്തെ കണക്കുകൾ? അല്ലേ? എല്ലാവരും വലിയ കേമന്മാരാ, പറയുമ്പോ എല്ലാവരും വലിയ കേമന്മാരാ. അവിടെ എന്താണ് സംഖ്യകൾ ഇടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ചെന്ന് നോക്കുമ്പോ എന്താ മാസാമാസം ഇങ്ങനെ എന്തോ നീളത്തിലുള്ള ഒരു സാധനം അതിലേക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കുമ്പോഴേക്ക് തീർന്നു. അല്ലേ? മാസാമാസമുള്ള ശമ്പളം അവിടെ ഇതല്ലേ അവസ്ഥ, കഷ്ടം. എന്തുകൊണ്ടാ ഈ ഒരു അവസ്ഥയിൽ എത്തുന്നത്? ഭഗവത് ഭജനുമില്ല, അല്ലേ? ഗ്രഹനാഥനുമില്ല, ഗ്രഹനാഥയ്ക്കുമില്ല. അതായിരിക്കുന്നു കാലം. ഇങ്ങനെയൊന്നും ആവരുതാരും കേട്ടോ. എന്താണ് വേണ്ടത്? സ്വന്തം സമ്പത്തിൽ നല്ല രീതിയിൽ അത് സമ്പാദിക്കുക, അതിനെക്കുറിച്ചുള്ള കണക്കുകൾ സൂക്ഷിക്കുക, അതോടൊപ്പം തന്നെ വേണ്ട രീതി അത് വിനിയോഗിക്കുക. അങ്ങനെയുള്ളവരാണ് ധനാഢ്യന്മാരാവണത്. അതല്ലാതെ കണ്ടകൗവീനം അതുപോലെ തന്നെ കാലിലൊരു ഉറയും ഇട്ട് നടന്നുകൊണ്ടൊന്നും ധനാഢ്യനാവില്ല. അതുമല്ലെങ്കിൽ വലിയൊരു ശകടം ഇങ്ങനെ അങ്ങോട്ട് വാങ്ങിച്ച് അതിലിങ്ങനെ അങ്ങോട്ട് എന്നിങ്ങനെ ഓടിച്ചിട്ടൊന്നും ധനാഢ്യനാവില്ല കേട്ടോ. വൈശ്രവണൻ എന്തായിരുന്നു ചെയ്തിരുന്നത്? ധനാഢ്യനായ വൈശ്രവണൻ കൈലാസത്തിന്റെ സമീപത്തെങ്കിൽ താമസിക്കുമ്പോഴും എപ്പോഴും ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? പരമശിവന്റെ സന്നിധിയിൽ എന്നും രാവിലെ കുടിയും ദേവാലയമൊക്കെ കഴിഞ്ഞാലെത്തി സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിക്കും. എന്താണ് സാഷ്ടാംഗ നമസ്കാരത്തിന്റെ ഗുണം? ആർക്കെങ്കിലും നമസ്കാരം പോയിട്ട് ഇരിപ്പ് തന്നെ മറന്നു, അല്ലേ? ചമ്മരം പടിഞ്ഞിരിക്കാൻ ആർക്കെങ്കിലും അറിയോപ്പേ? ചമ്മരം പടിഞ്ഞിരിക്കുക കേട്ടിട്ടുണ്ടോ? ഇല്ല, അല്ലെ? ചമ്മരം പടിഞ്ഞിരിക്കാൻ അറിയില്ല, ഒന്ന് കുനിയാൻ വയ്യ, ഒന്ന് തിരിയാൻ വയ്യ. എന്താ? തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഒന്ന് മുന്നോട്ട് കുനിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. എന്താ? വയറിലാകെ തമ്മനാണ്. അതുകൊണ്ട് ഒന്ന് മുന്നോട്ട് കുനിഞ്ഞാലും ഒന്ന് പിന്നോട്ട് നീങ്ങിയാലും ഇതായിരിക്കും അവസ്ഥ. ഇങ്ങനെയൊന്നും ആവരുത്. സ്വന്തം ശരീരവും അതുപോലെ തന്നെ മനസ്സും ശുദ്ധമാക്കി വെക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നല്ല രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണക്രമമൊക്കെ ഒന്ന് പാലിക്കണം. അതോടൊപ്പം തന്നെ ഈശ്വര സേവയും ചെയ്യുക. അങ്ങനെയാണെങ്കിലാണ് വൈശ്രവണനെ പോലെ ആവാൻ സാധിക്കുള്ളൂ. എന്തായാലും ദിവസേന വൈശ്രവണൻ നമ്മളുടെ ശ്രീമഹാ പരമശിവനെ കാണാനായിട്ട് പോകും. അങ്ങനെ ഒരു ദിവസം കൈലാസത്തിലേക്ക് പുറപ്പെട്ട സമയത്തിങ്കൽ എന്താണ് ഒരാള് കണ്ടില്ലേ, വാഴക്കൊലയായിട്ട് വരുന്നുണ്ടല്ലോ. വാഴക്കൊല, വാഴക്കൊല നല്ല വാഴക്കൊലയാണല്ലോ. നല്ല വാഴക്കൊല, വലിയ വലിയ പഴങ്ങൾ തന്നെ, കേവന്മാരാ കേട്ടോ. അങ്ങനെ ഒരാള് വാഴക്കൊലയെ നീന്തിയിട്ട് വൈശ്രവണന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. എന്താ? വാഴക്കൊലയെ നീന്തിങ്ങനെ വരിക, അല്ലേ? ഇപ്പൊ എന്താണ്? പ്രമുഖരെ കാണാൻ പോകുമ്പോ കാഴ്ച വയ്ക്കണം, അല്ലേ? പണ്ടുകൊണ്ടിത്. പക്ഷെ പണ്ടെന്തായിരുന്നു? കാഴ്ച വയ്ക്കുന്നത് പഴം, പച്ചക്കറി ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് കാലം മാറി, കോലം മാറി. എന്തായി? കാഴ്ചയുടെ കോലവും മാറി, അല്ലേ? എന്താണ്? ഇന്ന് കാഴ്ച എന്നാൽ ഏറെ പലതുമായിരിക്കണം. പക്ഷേ പ്രമുഖർക്ക് കാഴ്ച വയ്ക്കാതെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ നാട്ടിലിപ്പോ നടക്കുവോ? അല്ലേ? സൗരോർജത്തിന്റെ കഥ, അല്ലേ? ഹരിതോർജത്തിന്റെ കഥയെല്ലാം നമ്മൾ കേട്ടില്ലേ? കഷ്ടേ കഷ്ടം. എന്താണ്? എല്ലാത്തിലും ഈ കാഴ്ചയാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ പണ്ടും കാഴ്ച വയ്ക്കാൻ ഇതേപോലെ പ്രമുഖരുടെ അടുത്ത് എത്തുമായിരുന്നു. എന്നാലും ഇന്നത്തെ പോലെ ദുഷിച്ച കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലേ? മങ്ങിയ കാഴ്ചകൾ, അല്ലേ? ഇന്നെല്ലാം മങ്ങിയ കാഴ്ചകളാണ്. എന്നാൽ അന്നോ തെളിച്ചമാർന്ന ഒരു കൊലയായിട്ട് അങ്ങനെ വൈശ്രവണനെ കാണാനായിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ വന്നു. ഇങ്ങനെ വന്നു കഴിക്കും. എറാം വൈശ്രവണൻ, ഞാൻ അങ്ങേ ഒന്ന് കാണാൻ വന്നതാണ്. എറാം, ഞാൻ അങ്ങേ ഒന്ന് കാണാൻ വന്നതാണ്. ഓ സന്തോഷം. എന്താ ഈ വാഴത്തിലേക്ക്? ഞാൻ അങ്ങക്ക് കാഴ്ച വെക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഓ കൊള്ളാലോ, നല്ല പഴക്കൊല, അല്ലേ? പലതരത്തിലുള്ള പഴങ്ങളുണ്ട്, അല്ലേ? പഴങ്ങൾ ആരെങ്കിലും കഴിക്കാറുണ്ടോ?
ഇല്ല, പഴം തന്നെ സത്താക്കി അത് കുപ്പിയിലാക്കി അടച്ച് അതിൽ കുറച്ച് രാസവസ്തുക്കളെല്ലാം ചേർത്ത് കലക്കി അത് ശീതളിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാലാണ് ഇന്ന് പലർക്കും പഴം കഴിക്കാൻ പറ്റുള്ളൂ. പഴം ആർക്കും അറിയില്ല. പഴസത്ത് തന്നെ രാസവസ്തുക്കൾ ചേർത്ത് കലക്കി അത് കുടിക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. എന്നാൽ ഇത് അങ്ങനത്തെ അല്ല, നല്ല പഴാണ്. കാണുമ്പോ തന്നെ തേനൂറുന്ന നല്ല പഴം. അങ്ങനെ പഴങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആ പഴക്കൊല വൈഷ്ണവൻ നിങ്ങൾ ചിന്തിച്ചു, ഇത്ര നല്ല പഴക്കൊല എനിക്ക് കാഴ്ചവെച്ചിരിക്കുന്നു. എന്തായാലും ഞാനിത് ഭഗവാന് കാഴ്ചവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എടോ, താനൊരു കാര്യം ചെയ്യാം, താൻ ഈ പഴക്കൊല എടുത്തിട്ട് എന്റെ പുറമേ വരിക. ഞാൻ ഈ പഴക്കൊല സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഈ പഴക്കൊല ഞാൻ പരമശിവന് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. താൻ ഇതുകൊടുത്ത് തന്നെ അനുഗമിക്കുക. അങ്ങനെ ഇയാള് ഈ പഴക്കൊലയും എടുത്തുകൊണ്ട് വൈഷ്ണവനെ അനുഗമിച്ച് അങ്ങനെ പോവുകയാണ്. കൈലാസത്തിന്റെ പടിവാതിക്കലെത്തി. പടിവാതിക്ക് തന്നെ കണ്ട ഭൂതഗണങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. 3 ഭൂതഗണങ്ങള്. ഈ കേമന്മാരാ. കൈകെട്ടിയ ഒരാള്, ഇങ്ങനെ ഒരാള്, ഇങ്ങനെ ഒരാള്. കണ്ടില്ലേ, കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത് ഭൂതഗണങ്ങള്. ഓ, സ്ത്രീഭൂതങ്ങളും ഉണ്ടോ? ദൈവം, ആ വക്കര് ഭൂതം അങ്ങനെ ഓടിപ്പോടൂ. കൊച്ചുഭൂതം, വലിയ ഭൂതം, അങ്ങനെ ഭൂതഗണങ്ങളൊക്കെ ഉള്ള ഈ കൈലാസത്തിന്റെ പടിവാതിക്കല് അങ്ങോട്ട് എത്തിയപ്പോഴ് എന്താണ് വൈഷ്ണവൻ ചിന്തിച്ചു, ഓ, ഈ പഴക്കൊല ഞാൻ എന്തായാലും ഭഗവാന് കാഴ്ചവെക്കുകയാണ്. ഭഗവാന്റെ അടുത്തേക്ക്, ശ്രീപരമശിവന്റെ അടുത്തേക്ക് ഈ പഴക്കൊല ഞാൻ തന്നെ എഴുതി പോകുന്നതല്ലേ അതിന് ഭംഗി. അങ്ങനെ ആ പഴക്കൊല താനിങ്ങോട്ട് തരിക അല്ലേ. ഇത് കാലത്ത് പല ജോലി സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. എല്ലാ പണിയും ഒരാൾ ചെയ്യും, പക്ഷേ അതിന്റെ ഗുണം മറ്റൊരാളെ, മിടുക്കനായിട്ടുള്ള ഒരാള് അല്ലേ തട്ടിക്കൊണ്ടു പോകും. എന്താണ്, മതിലും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ട് പോയി എന്ന് പറയുന്ന അവസ്ഥയെ പലർക്കും അല്ലേ. എല്ലാം മനസ്സറിഞ്ഞങ്ങോട്ട് ചെയ്യും. ഓ, എന്റെ മേളിലിരിക്കുന്ന മേലാള് ഇതെല്ലാം കാണൂലോ, എനിക്ക് നാളെ സ്ഥാനക്കയറ്റം കിട്ടൂലോ എന്നെല്ലാം കരുതിയിട്ട് പലതും കാട്ടിക്കൂട്ടും. എന്നിട്ടോ വിക്രിയകള് അല്ലെ, അനുഭവം ഉണ്ടല്ലേ അല്ലേ. ഇത് പലർത്തും പതിവായിരിക്കണു. എന്താണ്, കേമന്മാര്, അതുമല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാത്തവർ. അതാണ് കലികാലേ. മനസ്സിലാക്കണം, ഒരു പണിയും ചെയ്യാത്തവരുടെ കാലമാണ് കലികാലം. എല്ലാ നന്മകളും അവർ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇത് തന്നെയാണ് വൈഷ്ണവനും ചെയ്തത്. ഏത് കൈലാസ ഗോപുരം വരെ ഇയാളെ കൊണ്ട് ചോദിപ്പിച്ചു. എന്നിട്ടോ ഇനി ഇങ്ങോട്ട് തരിക, ഇനി ഞാൻ ഭഗവാന്റെ അടുത്തേക്ക്. എന്നാലും നല്ല ഭാരമുള്ള കൊലയാണ്. വൈഷ്ണവന് അതിങ്ങനെ ഏന്തി വിഷമിച്ച് ഇങ്ങനെ അങ്ങനെ ഏന്തി ഏന്തി ഇങ്ങനെ കൈലാസത്തിന്റെ ആ പടികൾ അങ്ങനെ കയറുകയാണ്. ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോഴാണ് ദൂരേന്ന് തന്നെ അവിടെ ഭഗവാൻ ഇരിപ്പുണ്ട്. ഭഗവാന്റെ തൊട്ടപ്പുറത്തായിട്ട് ഗണപതി ഇരിപ്പുണ്ട്. ഗണപതി ഇതിങ്ങനെ കാണുകയാണ്. കൊള്ളാലോ, വൈഷ്ണവണൻ ഒരു പഴക്കൊലയായിട്ട് വന്നുണ്ടല്ലോ. കൊള്ളാമോ, കേമായിരിക്കണോ, നല്ല പഴക്കൊല കയ്യിട്ടോ, എനിക്ക് ഇഷ്ടായിട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗണപതി ഭഗവാൻ ഓടി. എന്നിട്ട് എന്തായി, വൈഷ്ണവണ വൈഷ്ണവണ ഈ പഴക്കൊല എനിക്കാണോ വൈഷ്ണവണ? എന്താ ഉണ്ണി, ഇത് അങ്ങേക്ക് തന്നെയാണ്. പക്ഷെ ആദ്യം അച്ഛന്റെ തൃപ്പാദത്തിൽ ഞാനിതൊന്ന് സമർപ്പിച്ചോട്ടെ. അതെന്തിനാ വൈഷ്ണവണ അങ്ങനെ ചെയ്യണത്? ഈ പഴക്കൊല ഞാനിപ്പൊ കഴിച്ചോട്ടെ. എന്തായാലും ഇത് അച്ഛന് കാഴ്ചവെക്കാൻ കൊണ്ടുവന്നതല്ലേ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. ഏത്, ഈ പഴക്കൊല അച്ഛന് കാഴ്ചവെക്കാൻ വൈഷ്ണവണം കൊണ്ടുവന്നതാണ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാനും ഇങ്ങോട്ട് കഴിച്ചോട്ടെ എന്നായി ഉണ്ണിഗണപതി. എന്താ ഭഗവാനെ, എന്താ ഈ പറയണത്? അച്ഛന് ഞാൻ ഈ കാഴ്ചയൊന്ന് അർപ്പിച്ചോട്ടെ, അതിനുശേഷം അങ്ങേക്ക് എടുക്കാലോ. എന്നാലും വൈഷ്ണവന് ബുദ്ധിമുട്ടാവില്ലേ? ഇത് ഇവിടെ തോന്ന അവിടം വരെ ചുമന്ന് ചെല്ലാൻ ബുദ്ധിമുട്ടല്ലേ? ഞാൻ സഹായിക്കാം വൈഷ്ണവണ. വേണ്ട ഉണ്ണി, എന്താ നീ പറയണത്? ഒന്ന് മാറി നിൽക്കുക, ഞാനിന്ന് ഭഗവാന്റെ വിപാതകളിൽ നിന്ന്. അത് വേണ്ട വൈഷ്ണവണ, എനിക്ക് ഈ കൊല തരിക, ഈ കാഴ്ചക്കൊല എനിക്ക് തരിക. നല്ല രസമുണ്ടല്ലോ, നല്ല തേൻ പോലെ ഇരിക്കുന്ന പഴാണെന്നും പറഞ്ഞ ഉണ്ണി ഗണപതി അങ്ങനെ വട്ടം പിടിച്ചു. തുമ്പിക്കൈ ഇങ്ങനെ ആട്ടി ആട്ടി നിൽക്കുക. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ ഇത് പറഞ്ഞു കഴിഞ്ഞില്ല. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് എന്തായി, പഴക്കൊല എന്താ കാണുന്നില്ല.
അവിടെ ഇരുന്ന പഴക്കൊല എന്താണ്? ഉണ്ണിഗണപതി തന്റെ തുമ്പിക്കൈ ഇങ്ങനെ ചുരുട്ടി